ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലാണ് ഞാൻ കാണിക്കുന്നത്. ഓണം സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഓണത്തിന് നമ്മൾ മുല്ലപ്പൂ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എയറിലൊരു എക്സസറീസ് ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ജാസ്മിൻ ഫ്ലവറിൻ്റെ ബഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് ഓൺലൈൻ വഴി അയച്ചു തരുന്നതാണ്. വേഗം തന്നെ ആവശ്യക്കാരെ അറിയിക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ഇതേപോലത്തെ ത്രെഡാണ്, പൈപ്പിംഗ് ത്രെഡാണ്. പിന്നെ 03 എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ കമ്പിയാണ്. പിന്നെ നമുക്ക് പോളനാണ്. പിന്നെ വേണ്ടത് ജാസ്മിൻ ഫ്ലവറാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/2 മീറ്റർ ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പൈപ്പിംഗ് ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ള. വൈറ്റാണ്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കാം കേട്ടോ. ബ്ലാക്ക് എടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. 5 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് ഒരു കെട്ട് കൊടുക്കണം. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഫ്ലവർ വെച്ച് അറ്റാച്ച് ചെയ്യുക. ഇനി നമുക്ക് ഓരോ ഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്ട്രൈറ്റായിട്ട് തന്നെ നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കണം. ക്രോസാക്കി വെച്ച് കൊടുക്കരുത്. നമ്മൾ സാധാരണ മുല്ലപ്പൂ നമ്മൾ ത്രെഡിൽ കെട്ടിയെടുക്കുമ്പോൾ ക്രോസ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കാറ്. ഇതിലങ്ങനെ വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കണ്ടോ, ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചുറ്റി കഴിയുമ്പോൾ ഒരെണ്ണത്തിൽ മാത്രമേ കെട്ട് വരുള്ളൂ. നമ്മൾ കുറച്ച് നാളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, ഇതെന്ന് വെച്ചാൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഒറിജിനൽ ഫ്ലവർ നമ്മൾ ഒരു ദിവസം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് പോരും. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കമ്പി വെച്ചിട്ട്, ഇത് ഭയങ്കര തിന്നായിട്ടുള്ള കമ്പിയാണ്. ഞാൻ ഹെയർ ബാൻഡ് കെട്ടുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ കമ്പി വെച്ചിട്ട് തന്നെയാണ് നമ്മളിതുപോലെ, നമ്മൾ ചെറിയ മെഷീൻ ത്രെഡ് പോലത്തെ ത്രെഡ് പോലത്തെ കമ്പിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഇത് ചുറ്റണം, എന്നാലേ അത് അവിടെ സേവ് ആവുള്ളൂ. നന്നായി ടൈറ്റ് ചെയ്യണ്ട. നന്നായി ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഈ പോളൻ കീറിപ്പോരും. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ചേ ഞാൻ ഇതിൽ ഉണ്ടാക്കണതായിട്ട് കാണിക്കുന്നുള്ളൂ. കാരണം ഇത് നമുക്ക് കുറച്ചധികം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റത്ത് പറന്നു പോകും. അത്രയും സോഫ്റ്റാണ്. തെർമോക്കോളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കണ്ടോ, ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് പോളൻസാണ് വെക്കേണ്ടത്. പോളൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വെക്കുന്നത് പോലെ തന്നെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിത്തിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ ഫ്ലവർ ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, നമുക്ക് മുടിയിൽ കെട്ടുമ്പോൾ കൂടുതൽ ഫ്ലവറാണല്ലോ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഫ്ലവർ 3 വെച്ചത്. എന്നിട്ട് 4-മതായിട്ടാണ് ഞാൻ പോളൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കുക. ഞാനിത് ത്രെഡിലാണ് ചെയ്യുന്നത്. മിക്കവാറും ആൾക്കാരും കട്ടിയുള്ള കമ്പിയിലാണ് ചെയ്യുക. ഫ്ലവർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കുന്ന, ഫ്ലവർ മേക്കിംഗ് ഉണ്ടാക്കുന്ന ത്രെഡിൽ വെച്ചിട്ട് കമ്പിയിൽ വെച്ചിട്ടാണ് ഓരോരുത്തരും ഇത് ചെയ്തെടുക്കുക. ഞാൻ ത്രെഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ത്രെഡ് സെപ്പറേറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 5 ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റി കൊടുക്കാം. നമുക്ക് ഈ ത്രെഡിൽ ചുറ്റാതെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ. ഇനി ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, സ്ട്രൈറ്റായിട്ട് പിടിക്കണം, വളഞ്ഞു വരരുത്. ഇതുപോലെ പിടിച്ചിട്ട് വീണ്ടും ഒരെണ്ണം കൂടി അറ്റാച്ച് ചെയ്തിട്ട് വീണ്ടും ആ കമ്പി എടുത്ത് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ വീഡിയോസും കണ്ട് നിങ്ങൾക്ക് മനസ്സിലായാലും ആയില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. മിണ്ടാതിരുന്നാൽ നമുക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത്. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണണമെന്നുണ്ട്. നന്നായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മളെ വീഡിയോ മനസ്സിലായോ ഇല്ലേ എന്ന് അറിയണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ. കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കുക. കണ്ടോ, അപ്പോൾ ഇതിൽ പോളൻ നമുക്ക് ഉള്ളിൽ വെച്ചെടുക്കണം.
ഫ്ലവർ നമുക്ക് ബൾജ് ചെയ്ത് കാണാൻ വേണം. അതിനാണ് കേട്ടോ ഞാനിങ്ങനെ വെച്ച് കൊടുത്തത്. നമുക്കിത് ഗോൾഡൻ പോളനിൽ മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, നമുക്ക് ഏത് കളറിലും ചെയ്തെടുക്കാം. പട്ടുപാവാടയും ബ്ലൗസും നമ്മൾ എന്ന് പറയുമ്പോൾ അതിൽ ബ്ലൗസ് ചിലപ്പോൾ വേറെ കളറായിരിക്കും, സ്കേർട്ട് ക്രീമായിരിക്കും, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ ഓണം ബേസ് ചെയ്തിട്ട്. വെറും ഈ ഗോൾഡനും ക്രീമും മാത്രമല്ലല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ കളറൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളുടേത് ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നില്ല, എയർ ബോയും ടിക് ടാക്ക് സ്ലൈഡും ഒക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വേറെ കളർ ഇട്ടിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരെണ്ണം നമ്മളിങ്ങനെ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചുറ്റി ചുറ്റി എടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതിങ്ങനെ നിവർത്തി കൊടുക്കുകയും വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചുറ്റിയെടുക്കാം. കണ്ടോ, ത്രെഡിലാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ത്രെഡ് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഞാനിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ കളറൊക്കെ വരുന്ന ഫ്ലവർ കിട്ടും. ഇതിപ്പോൾ ജാസ്മിൻ ഫ്ലവറിൽ തന്നെ നമ്മൾ ഡാമേജ് ആയതൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ കാണാത്ത വിധത്തിൽ നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ചിലത് തെർമോക്കോൾ പുറത്തേക്ക് കാണുന്ന വിധത്തിൽ വരുന്നുണ്ട്. അത് മേക്കിങ്ങിൽ പറ്റുന്ന മിസ്റ്റേക്കാണ്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നമ്മൾ ഉള്ളിലേക്ക് ആക്കി മറിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അത് മുകളിലേക്ക് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കരുത്. അപ്പോൾ അത് വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതേപോലത്തെ പോളൻസും കൂടി വെച്ച് കൊടുക്കാം. നമ്മൾ മുടിയിൽ ഇങ്ങനെ കെട്ടാവുന്ന റൗണ്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതിലധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചുറ്റിയെടുക്കുക. വീണ്ടും ഒരെണ്ണം കൂടി അവിടെ വെച്ച് കൊടുക്കുക. ലാസ്റ്റത്തെ ഫ്ലവറാണ് 3 എണ്ണം. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റിൽ അറിയിക്കണം. വീണ്ടും പറയാണ് ഞാൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വളരെയധികം ഉപകാരമുള്ള വീഡിയോ ആണ്. അപ്പോൾ അവർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കൊരു ചെറിയ വരുമാനമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞു മക്കൾക്ക് തലയിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനൊക്കെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ വൈകുന്നേര സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങി സമയം കളയല്ലേ, അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ജോലി കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ട് ചെയ്താൽ മതി. കണ്ടോ, ലാസ്റ്റ് നമുക്കിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇതേപോലെ ചുറ്റിയിട്ട് എൻ്റെ വിരലോട് കൂടിയ ചുറ്റണേ. എന്നിട്ട് വിരൽ മാറ്റി കഴിഞ്ഞ് ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടി നമ്മൾ ഇങ്ങനെ കമ്പി ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഒരു കെട്ടിട്ട് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെ മുടിയിൽ ഇങ്ങനെ വലിയ അമ്മക്കെട്ട് കെട്ടിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. നമ്മൾ മുല്ലപ്പൂ വെച്ചിട്ട് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ. ഇതാകുമ്പോൾ ചീത്താവില്ല. മുല്ലപ്പൂ ആകുമ്പോൾ ഒരു ദിവസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം. ഓണം എല്ലാ കൊല്ലവും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യം ഇത് ഉപയോഗിക്കാം. ഫ്രഷ് വേണം എന്നുള്ളൊരു ഫ്രഷ് മേടിച്ച് വെക്കാം. ഇനിയിപ്പോൾ ഫ്രഷ് കിട്ടാത്ത സീസൺ ആയിരിക്കും, ചില സമയത്ത് നല്ല വില കൂടിയ സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കൊടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിൽ ഇത് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് മുടിയിൽ കെട്ടി കൊടുത്തിട്ട് വിടാം. കണ്ടോ, അടിപൊളിയായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കും ചെയ്യാം. സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കെട്ടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്ക് കുടുംബങ്ങൾക്കൊക്കെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ലിങ്ക്. അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.